ഹരി ഓം കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. മുകുന്ദമാല എന്ന ഭക്തികാവ്യത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്ലോകം 17. ഹേ ലോകാ ശൃണുത പ്രസൂതി മരണം വ്യാധേ ചികിത്സാമി മാം യോഗജ്ഞാ സമുദാഹരന്തി മുനയോ യാമ്യാത്മവൽക്യാദയ അന്തർജ്യോതിരമേയമേകമമൃതം കൃഷ്ണാഖ്യമാപീയതാം തത്പീദം പരമൗഷധം വിദനുദേ നിർവാണമാത്യന്തികം. ഇവിടെ പറയുകയാണ്, അല്ലയോ ജനങ്ങളെ, നമ്മളോട് പറയുകയാണ്, അല്ലയോ ജനങ്ങളെ, യാജ്ഞവൽക്യൻ ഒരു മഹർഷിയാണ്. അവർ ഉപനിഷത്തുകളൊക്കെ എഴുതിയിട്ടുണ്ട്. അല്ലയോ ജനങ്ങളെ, യാജ്ഞവൽക്യൻ മുതലായ മഹായോഗികൾ പറഞ്ഞിട്ടുള്ള ജനന മരണ രൂപമായ സംസാരത്തിനുള്ള ചികിത്സയെ കേട്ടാലും എന്ന്. ചികിത്സയെ നമ്മളോട് കേൾക്കാൻ പറയുകയാണ് കേട്ടോ മഹർഷി. ഉള്ളിൽ പ്രകാശിക്കുന്നതും കണക്കാക്കാൻ സാധിക്കാത്തതുമായ കൃഷ്ണൻ എന്നു പേരോട് കൂടിയതുമായ ആ അമൃതത്തെ പാനം ചെയ്യുക എന്ന്. ഭഗവത്ഗീത എന്ന് പറയുന്ന ആ മോക്ഷകാവ്യം എന്താ പറയുന്നത്? അർജുന രോഗത്തിനുള്ള ചികിത്സയാണ് ഭഗവാൻ ഗാനം ചെയ്യപ്പെട്ട ഭഗവത്ഗീത എന്ന് പറയും. അർജുനൻ മോഹാലസ്യപ്പെട്ടു പോയതുകൊണ്ട്, യുദ്ധം ചെയ്യാതെ മോഹാലസ്യപ്പെട്ടു പോയതുകൊണ്ട് ഭഗവാൻ ഉപദേശിച്ചതാണ് ഭഗവത്ഗീത. അതിൽ നിന്ന് അർജുനനെ ഉദ്ധരിക്കാൻ വേണ്ടി. അതുപോലെ ഇവിടെ പറയുന്ന ഉള്ളിൽ പ്രകാശിക്കുന്നതും കണക്കാക്കാൻ സാധിക്കാത്തതുമായ കൃഷ്ണൻ എന്നു പേരോടുകൂടിയതുമായ ആ അമൃതത്തെ പാനം ചെയ്യുക. പാനം ചെയ്തിട്ടുള്ള ആ പരമ ഔഷധം നിത്യമായ മോക്ഷത്തെ പ്രദാനം ചെയ്യുന്നതാകുന്നു. ജനന മരണ രൂപമായ സംസാരത്തിൽ കിടന്ന് വിഷമിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഋഷീശ്വരന്മാർ രോഗപരിഹാരത്തിന് വേണ്ടി വിധിച്ചിട്ടുള്ള ചികിത്സയാണ് ശ്രീകൃഷ്ണ ഭക്തി. ആ ഭക്തി തന്നെ മനുഷ്യർക്ക് ശാശ്വതമായ ശാന്തി നൽകുമെന്ന് അർത്ഥം. അപ്പോൾ ഭഗവാനിലെ അചഞ്ചലമായ ഭക്തി ഉണ്ടാവണേ എന്നതാണ് ഇവിടുത്തെ പ്രാർത്ഥന. അപ്പോൾ ഭഗവാനിലെ അചഞ്ചലമായ ഭക്തി ഉണ്ടാവാൻ വേണ്ടി നമ്മൾക്കും പ്രാർത്ഥിക്കാം, ഭഗവാനോട് തന്നെ പ്രാർത്ഥിക്കാം, അതിനുവേണ്ടി പ്രവർത്തിക്കാം. ഹരി ഓം. ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.